ത്രിപുരം ട്രാവലറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ റിസോർട്ടിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് പാചകം ചെയ്ത് കഴിക്കുന്ന രീതികളും അങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച എത്ര വർണ്ണിച്ചാലും മതിവരാത്ത കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ പിന്നാമ്പുറ കാഴ്ച. പിന്നാമ്പുറ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പിന്നാമ്പുറ കാഴ്ച തന്നെയാണ്. നമ്മൾ നേരെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡോർ വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ. അതേപോലെ ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാഴ്ച അതേ രീതിയിൽ തന്നെ ഒപ്പിയെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. പക്ഷേ ഈ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ കോടമഞ്ഞെല്ലാം ഓടിക്കളിക്കാനായിട്ട് തുടങ്ങി. അപ്പം ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാൽക്കണി തന്നെയാണ്. അതുപോലെ തന്നെ വലിയ ആളും തിരക്കും ഒന്നുമില്ലാത്ത ഒരു റിസോർട്ടാണിത്. അതുപോലെ നമ്മുടെ നല്ല സീനറിയും ഒരു പാറക്കല്ലും ഒക്കെ നമുക്കിവിടെ കാണാം. നല്ലൊരു പൂന്തോട്ടവും എല്ലാം നമ്മുടെ ഈ റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. അപ്പം നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഓണർ കൂടിയായ രഞ്ജു ആണ്. അപ്പം രഞ്ജുവിനെ നമുക്ക് പരിചയപ്പെടാം. രഞ്ജു ഈ നാട്ടുകാരൻ തന്നെയാണ് അല്ലേ? ഇവിടെ തന്നെയല്ലേ? ഇവിടെയല്ല, കോതമംഗലമാണ്. അപ്പൊ ഇവിടെ നമുക്ക് താഴെ ഒരു പ്ലാന്റേഷൻ ഉണ്ട്. അതെ അല്ലേ? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര വർഷമായി ഇത് ഏകദേശം തുടങ്ങിയിട്ട്? 5 കൊല്ലമായി. 5 കൊല്ലമായിട്ട് ഇതുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ഏതാ? സീസൺ ഇപ്പൊ ഡിസംബർ ജനുവരി ഒക്കെയാണ്. ഇനിയിപ്പോ സീസൺ ഔട്ട് ആവും. ആണല്ലേ? ഇനിയിപ്പോ ഏപ്രിലൊക്കെ ആവും. അതെ അല്ലേ? ഈ നിങ്ങൾക്ക് ഇവിടെ റേറ്റ് സീസൺ അനുസരിച്ചാണോ റേറ്റ് വ്യത്യാസം വരുന്നത്? അതെ അല്ലേ? ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്ന ടൈം എന്ന് പറയുന്നത് ഡിസംബർ സമയം തന്നെയാണല്ലേ? ഈ മഞ്ഞ് തന്നെയാണോ? മഞ്ഞ് ടൈം ആണോ ഇവിടുത്തെ നമ്മുടെ സീസൺ എന്ന് പറയുന്നത്? കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ടൈം. അതെ അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും വരുന്ന ഈ കൂടുതൽ വിസിറ്റേഴ്സ് എവിടെന്നാ വരുന്ന ടൂറിസ്റ്റുകൾ? കൂടുതൽ റെഫറൻസ് വഴി വരുന്നത് മലയാളീസ് ഏറ്റവും. അതെ അല്ലേ? മലയാളീസ് തന്നെയാണ്. ഇതേപോലെ നമ്മളെ പോലെ ഓരോരുത്തർ പറഞ്ഞു തന്നെ വരുന്നതാണ് അല്ലേ? ഓക്കെ. ഈ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്? ചാർജ് വരുന്നത് സീസണിൽ 2500. സീസണില് ഒരു റൂമിന് ഒരു ഫാമിലിക്ക് അല്ലേ? റൂമില് 3 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് പുറമെ നമ്മൾ എന്തെങ്കിലും ഫെസിലിറ്റീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു, ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതെ അല്ലേ? നമ്മള് കൊളുക്കുമലൊക്കെ ഉണ്ടായിരുന്നു. ഓഹോ. ഇപ്പൊ പിന്നെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് അങ്ങോട്ട് കയറ്റി വിടില്ല. അതെ അല്ലേ? ഗവൺമെന്റ് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ റിസോർട്ടിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ ഉള്ളത്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ ദേവികുളം ഈ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്. ദേവികുളത്തിന്റെ, അതായത് ദേവികുളത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്. ആ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടും നിലവിലുള്ളത്. റിസോർട്ടിന്റെ പേരെന്താണ്? ഇത് റോക്ക് ആൻഡ് മിസ്റ്റ് എന്നാണ് പേര്. അതെ അല്ലേ? റോക്ക് ആൻഡ് മിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പം പിന്നെ ഉള്ളത് നമ്മള് ഇവിടെ ഇപ്പൊ ഈ മേളിൽ കാണുന്ന ഹില്ലല്ലേ, ഇത് ചൊക്രമുടി ഹിൽസ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ നേരെ മുകളിൽ കാണുന്നതാണ് ചൊക്രമുടി ഹിൽസ്. ചൊക്രമുടി ഹിൽസ് എന്ന് പറയുന്നത് രാവിലെ സൺറൈസ് കാണാനായിട്ടുള്ള
കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മലയെന്ന് തന്നെ പറയാം അല്ലേ, ഒരു മലയാണ്. അതിൻ്റെ നേരെ കീഴെയാണ് നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത്. അത് കയറാനായിട്ട് ഒരാൾക്ക് 400 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. രാവിലെ നല്ല തിരക്കാണെന്നാണ് ഇവർ പറയുന്നത്. അതെ അല്ലേ, ഇവിടെ നല്ല 10-50ഓളം പേര് രാവിലെയൊക്കെ തന്നെ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ ഇത് വെച്ച് ഇപ്പം ആള് കുറവാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതുവഴി തന്നെ നേരെ പോയി പാസ് എടുത്ത് അവിടെ നിന്ന് ഫുള്ള് നടന്നതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണം നമ്മൾ ആ കാഴ്ചകൾ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ജിതിൻ പോലീസിലെ പേടി സ്വപ്നമാണെങ്കിലും ഇവിടെ നമ്മുടെ അടുക്കളക്കാരനായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഇതിനകത്തുള്ളത്? സാധനം എന്താ? കണവേ? കായലിലെ കൊഴുവയാണ്. കായലിലെ കൊഴുവ നമ്മള് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന സാധനം കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ കോൺഫ്ലോർ പൊടി ഉണ്ടല്ലോ, കോൺഫ്ലോർ പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിരിക്കും. ഇത് ഈ കോൺഫ്ലോർ കുറച്ചുകൂടെ ക്രിസ്പി ആവും. ഈ കോൺഫ്ലോർ പൊടി ചേർക്കുന്ന വെച്ചാൽ കുറച്ചുകൂടെ ക്രിസ്പി ആവും. നമ്മള് ഇവിടെ ഒരാള് അരി പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ പണി. ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ നോക്കി പഠിക്കുന്ന ഒരാളാണ് വിജീഷ്. നമ്മുടെ വൈകിട്ടത്തേക്കുള്ള നല്ല കരിമീൻ മപ്പാസൊക്കെ റെഡിയായിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന രീതിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഞാനില്ലായിരുന്നു. നമ്മുടെ കൂട്ടുകാരുണ്ടാക്കിയത് നമ്മൾക്ക് കഴിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. ഈ ഹോട്ടലിൽ ഈ പറഞ്ഞ പോലെ ക്യാമ്പ് ഫയർ നടത്താനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ വരുന്നവർക്കൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ചെറിയ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതേസമയം കൂടുതൽ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാവരും റൂമിലൊക്കെ കുളിച്ചെല്ലാം ഫ്രഷായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഇതേപോലെ പാചകത്തിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി കഴിച്ചാൽ മതി. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ ജിതിനൊക്കെ. അപ്പം അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഒപ്പം നമ്മുടെ കുറച്ച് പേര് കുറച്ച് സാധനങ്ങളുടെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും കൂടി പോയിരിക്കുകയാണ്. നമ്മുടെ വിജീഷാണ് പുറയിലുള്ളത്. വിജീഷ് കുളിച്ച് റെഡിയായതെല്ലാം മിടുക്കനായിട്ട് വന്ന് നിൽക്കുക. മുടി ചീട്ടില്ലല്ലേ, ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. സൂപ്പർ തണുപ്പാണ്. മൂന്നാർ നല്ല -ഡിഗ്രിയാണ് ഇപ്പൊ അല്ലെ, പക്ക -ഡിഗ്രിയാണ്. മൂന്നാർ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ മൂന്നാറിലേക്ക് ഇങ്ങ് പോരെ. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ, മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തുവോ. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ, മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തുവോ. കാണുമോ തേങ്ങുമെൻ ഉൾക്കടൽ, സഖി നീ അറിയുമോ വിങ്ങുമീ ഗൽഗദം. ആ കൈയിലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി, കാലം പകർന്നു തുടിതാളം, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഉറങ്ങുവാനുള്ള
തയ്യാറെടുപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നാളെ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന സൺറൈസ് കൂടി നിങ്ങളെ കാണിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഗുഡ് ബൈ. നന്ദി, നമസ്കാരം.